പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒല സ്കൂട്ടറിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മൂവ് OS 4 ആണ്. നമ്മൾ ആദ്യം സ്കൂട്ടർ അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മിക്കവാറും എല്ലാ പേർക്കും ഇതുപോലെ ഒരു മെസ്സേജ് വരും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈസ് അവൈലബിൾ ഫോർ ഡൗൺലോഡ്, ഈസ് നൗ അവൈലബിൾ ഫോർ ഡൗൺലോഡ്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പോകുന്ന ഒരു സംവിധാനമാണ് പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സെറ്റിങ്സിൽ പോവുക, അതിൽ ആൾ സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെനു കാണും. ഇത് ടാപ്പ് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് അവൈലബിൾ 4.0.0 Gen 1. ഈ വണ്ടി എസോൺ പ്രോ അറിയപ്പെടുന്നത് Gen 1 ആണ്, നേരത്തെ ഇറങ്ങിയതാണ്. അപ്പം ഡൗൺലോഡ് എന്ന് പറയുന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത് വൈഫൈ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വൈഫൈ, നമ്മുടെ മൊബൈലിലുള്ള വൈഫൈ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള വൈഫൈ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കണക്ട് നൗ എന്ന് പറഞ്ഞ് ഇത് ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വൈഫൈയുടെ, വീട്ടിലെ വൈഫൈ ആണെങ്കിൽ അതിൻ്റെ വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലിലുള്ള വൈഫൈ ആണെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇതിനകത്ത് എൻ്റർ ചെയ്യുക, കണക്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാണ്, നെറ്റ്വർക്ക് ഡിറ്റക്റ്റ് ചെയ്യാണ്. അപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി നമ്മൾ ഈ സിസ്റ്റം അപ്ഡേറ്റ് എടുക്കുക. ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എബൌട്ട് 3 minutes 29 seconds എന്നാണ് പറയുന്നത്. ആ പച്ച ഭാഗം മുഴുവനും നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവരും മൂവ് OS 4ലേക്ക് മാറുക. മൂവ് OS 4ൽ ധാരാളം സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റൊക്കെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ലൊക്കേഷൻ ഹിസ്റ്ററിയും ലൊക്കേഷൻ ഇതുപോലെ ഇടയ്ക്ക് ഓഫാവുകയും ഓണാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, അത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കുറേ സമയമെടുക്കും. നമ്മൾ ഒന്നേന്ന് വണ്ടി അൺലോക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി മൂവ് OS 4 കിട്ടിയോന്ന് നോക്കാം. ആൾ സെറ്റിങ്സ് എടുക്കുക, സിസ്റ്റം അപ്ഡേറ്റ്. ഇപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇടയ്ക്ക് അത് ഓഫായതേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കിട്ടാത്തത് കൊണ്ടാണ്, 1 മിനിറ്റോളം ആയിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ അത് വീണ്ടും ഓൺ ചെയ്ത് നോക്കിയത്. അത് ഏകദേശം 1.17 GB ഫയലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ അല്പം സമയമെടുക്കും. ആ പച്ച ഫുള്ളാകണം. ഇതുവരെ ഉണ്ട്, ഈ പച്ച ഈ ഭാഗം വരെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലെ വൈഫൈയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും അത് എത്ര സമയം കൊണ്ട് ഡൗൺലോഡ് ആകുന്നു എന്നത്. നിങ്ങളുടെ മൊബൈലിലുള്ള കണക്ഷൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ വൈഫൈയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇനി 7 സെക്കൻഡാണ് കാണിക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞാൽ, അതായത് ഫയലെല്ലാം ഡൗൺലോഡായി, ഇനി ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് ടാപ്പ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഗെറ്റ് റെഡി ടു ഇൻസ്റ്റാൾ നൗ വീണ്ടും വാണിംഗ് തരാണ്, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക.
വെരിഫൈയിങ് ഇൻസ്റ്റലേഷൻ പാക്കേജ് അങ്ങനെ എഴുതി കാണിക്കും. ഈ പച്ച ഫില്ലായാൽ മാത്രമേ നമ്മുടെ സ്കൂട്ടറിൻ്റെ ചെറിയ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആകത്തുള്ളൂ. നമ്മുടെ സ്കൂട്ടറിൽ ഒരു ചെറിയ കമ്പ്യൂട്ടർ ഉള്ള കാര്യം അറിയാമല്ലോ. അതിനകത്തൊരു സിമ്മും ഇട്ടിട്ടുണ്ട് അവർ. ആ സിമ്മ് വെച്ചിട്ടാണ് നമ്മൾ ബാറ്ററി ലെവലൊക്കെ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ഒക്കെ ഇരുന്ന് നമ്മൾ മൊബൈൽ വഴി അറിയുന്നത്. ഇത് അല്പസമയമെടുക്കും. ഇതിൽ റീബൂട്ടുണ്ട്. ഈ റീബൂട്ട് സ്കൂട്ടർ എന്ന് പറഞ്ഞുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ റീബൂട്ട് ചെയ്യുന്നത് പോലെ ഓല സ്കൂട്ടറും റീബൂട്ട് ചെയ്യണം. ഇതൊരു ചെറിയ മൊബൈൽ ഫോണിൻ്റെ സംവിധാനങ്ങളൊക്കെയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ റീബൂട്ട് കൊടുത്തതിന് ശേഷം വരുന്ന സംവിധാനമാണ്. ഇതെല്ലാം കൊടുത്താൽ മാത്രമേ നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് പൂർണ്ണമാകൂ. ഇപ്പം ബാറ്ററി എന്തായാലും ഒരു 60% മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാവൂ. മൂവ് OS 4 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ഇൻ്റർഫേസ്. ഈ ബ്ലൂടൂത്തിൻ്റെ സിമ്പലൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഡിസ്ക് ട്രിപ്പ് ഇതൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതെവിടെ സെറ്റിങ്സ്, റീസെൻറ്റ്, ഫേവറേറ്റ്, റിസീവ്ഡ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഈ ഇൻ്റർഫേസ് എല്ലാം മാറിയിട്ടുണ്ട്. ടുഡേയ്സ് റൈഡ് സ്റ്റാറ്റസ്, എല്ലാ കാര്യങ്ങളും, ടേൺ ഓൺ സ്കൂട്ടേഴ്സ്, ബ്ലൂടൂത്ത് ടു പ്ലേ മ്യൂസിക്, എല്ലാ സംവിധാനങ്ങളും മാറിയിട്ടുണ്ട്. ഫൈൻഡ് ഹൈപ്പർ ചാർജസ് നിയർ ബൈ, നമുക്ക് തൊട്ടടുത്തുള്ള ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകൾ കണ്ടുപിടിക്കാം. വേർ ഷുഡ് ബി ഗോ, റീസെൻറ്റ്, ഫേവറേറ്റ്, റിസീവ്ഡ്, വെഹിക്കിൾ സ്റ്റാറ്റസ്, ടുഡേയ്സ് റൈഡ് സ്റ്റാറ്റസ്, ഹോം. ഇത് പോകുന്നതിനുള്ള സ്ഥലമാണ് അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ്. ഓക്കെ, റീസെൻറ്റ്, ഫേവറേറ്റ്, പ്ലേസുകളാണ് കാണിക്കുന്നത്. നോ റിസീവ്ഡ് പ്ലേസ് ലിസ്റ്റ്. ആൾ സെറ്റിങ്സ്, ഇവിടെ ആൾ സെറ്റിങ്സ് ഇവിടെയാണ് വരുന്നത്. ബ്ലൂടൂത്ത് ഓഫ്, സൗണ്ട് മോഡ്, സേഫ്റ്റി ലൈറ്റ്. സേഫ്റ്റി ലൈറ്റ് ഇടുമ്പോൾ 4 ലൈറ്റും ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. ഇവിടെ ആൾ സെറ്റിങ്സിലേക്ക് പോവുക. ഇപ്പം നേരത്തെ മൂവ് OS 3 ഉണ്ടായിരുന്നത് പോലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സിസ്റ്റം അപ്ഡേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സേഫ്റ്റി ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ഓഫ് ചെയ്ത്. ആൾ സെറ്റിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. ബ്രൈറ്റ്നസ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിങ്, ആക്സസ് കൺട്രോള്, എബൌട്ട്. ഇതിപ്പോൾ മൂവ് OS 4ൻ്റെ ഡീറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മൂവ് OS 4ൽ കൂടുതൽ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് 20% താഴെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ റൈഡ് ഹിസ്റ്ററി, ഓരോ ദിവസത്തെയും റൈഡ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. ടാമ്പർ ഡിറ്റക്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വണ്ടി കൊടുക്കുകയാണെങ്കിൽ നോർമൽ മോഡിൽ പോകണോ, സ്പോർട്ട് മോഡിൽ പോകണോ, ഹൈപ്പർ മോഡിൽ പോകണോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം നമ്മുടെ മൊബൈൽ ആപ്പിൽ അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഫാസ്റ്റർ ഹൈപ്പർ ചാർജിങ് സംവിധാനവും കൂടി തന്നിട്ടുണ്ട്. നേരത്തെ 70
പെർസെൻറ്റേജ് വരെ മാത്രമേ നമുക്ക് ഹൈപ്പർ ചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതിപ്പോൾ ഏകദേശം 95% വരെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ.